അസാൻമാർഗികമായിട്ടുള്ള പടങ്ങൾ, വീഡിയോകൾ എപ്പോഴും സമൂഹത്തിൽ ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും അശ്ലീലമായിട്ടുള്ള നഗ്നത ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ഘടകമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരു തീരുമാനമെടുത്തു. സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും നഗ്നതയും പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്തയാണുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരുപാട് പെൺകുട്ടികൾ ശരീരപ്രദർശനം നടത്തി അശ്ലീലം കാണിച്ച് അവർ പൈസ ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഒരുപാട് ശരീരപ്രദർശനം നടത്തി പൈസ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സിനിമാ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. പക്ഷേ ഈ അശ്ലീല പ്രദർശനം നടത്തുന്നത് കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ബലാത്സംഗവും പീഡനവും നടക്കുന്നതിന് അനവധി കാരണങ്ങളൊരു കാരണം അതാണ്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സ്വന്തം ഭാര്യയുടെ വരെ അശ്ലീല വീഡിയോ കാണിച്ച് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഭർത്താക്കന്മാരാണ് ക്യാമറ പിടിക്കുന്നത്, ഭാര്യമാർ അതിനനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ നഗ്നതയും അതിൻ്റെ ഓരോ ചലനങ്ങളും മാക്സി ഇട്ടിട്ടും അർദ്ധനഗ്നമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടും കുടുംബത്തിലെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ അതേപോലെ തന്നെ വാണിജ്യവൽക്കരിച്ച് അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാര്യശരി ഇത് ചാനലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും അത് കാണുന്ന എല്ലാ ആളുകളും അത് കലാപരമായിട്ട് കാണണമെന്നില്ല. പല ആളുകളും അത് വേറെ കണ്ണുകളിലാണ് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഇവർക്ക് തന്നെ വിനയായിത്തീരും. ഏതായാലും ഇന്ത്യൻ പ്രസിഡന്റ് എടുത്തിരിക്കുന്ന തീരുമാനം അടിപൊളിയാണ്, സ്വാഗതാർഹമാണ്. ഇന്ത്യയിലിത് സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷനിലൂടെയൊക്കെ, സിനിമയിലൂടെയൊക്കെ നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് മാത്രമേ അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ കഴിയൂ.